വളരെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ ഒരു പൊതു വിഷയമാണ്. സീമാതീതമായ തലങ്ങളുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന്റെ നിർവചനത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർവചനങ്ങളുള്ള ഒരു വാക്ക് വിദ്യാഭ്യാസമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ വിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് സംഘാടകർ വിവക്ഷിക്കുന്നത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും സ്വാഗത പ്രസംഗത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് സമകാലിക സമൂഹത്തിൽ അല്ലെങ്കിൽ സമകാലികത്തിൽ വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ചില പ്രശ്നങ്ങളെ കാലികമായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് എന്നാണ് എന്റെ വിശ്വാസം. അതാണല്ലോ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ വന്നു ഭവിച്ചിട്ടുള്ള അപജയങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു ചർച്ച എന്ന നിലയിലുള്ള പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന വളരെ പ്രസക്തമായിട്ടുള്ള കാലിക പ്രസക്തമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം സമഗ്രമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ സമഗ്രമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിന്റെ സമൂർത്തമായ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായകരമാണോ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ നിലപാടുകൾ എന്നുള്ളത് വളരെ സ്വയം വിമർശനത്തോടുകൂടി ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രശ്നം, പ്രഥമവും പ്രധാനവുമായിട്ടുള്ള വിഷയം പൊതുവിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനിത് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ, അതിന്റെ പ്രാധാന്യം, പ്രസക്തി ഒന്നും ഇത്രയും സമ്പന്നമായിട്ടുള്ള സദസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ വളർച്ച, പുരോഗതി നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ഘടകം. ഒരു സംശയവും വേണ്ട, വിദ്യാഭ്യാസം തന്നെയാണ്. ഒരു നാട് പുരോഗമിച്ചു, വളർന്നു എന്ന് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ആ വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികമായിട്ടുള്ള സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ പുരോഗതിയുടെ പ്രധാന മാനദണ്ഡമായി നാം പരിഗണിക്കപ്പെടുന്നത്. ഒരു സംശയവും വേണ്ട, വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ടാണ് കേരളം പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ പുരോഗമന വീക്ഷണമുള്ള പുരോഗമിച്ച നാടെന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസപരമായ വളർച്ച ഒരു നാട്, ഒരു സമൂഹം കൈവരിച്ചാൽ സാമ്പത്തിക പുരോഗതി അതിന് ആനുപാതികമായി അനുബന്ധമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ സ്വാഭാവികമായി നമ്മോട് ചോദിക്കും, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ മണി ഓർഡർ എക്കണോമി എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ച ഇപ്പോ NRI എക്കണോമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ പ്രവർത്തിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർ മുഖാന്തരം നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സമ്പത്തും അതിലൂടെ ഉണ്ടായിട്ടുള്ള ജീവിത പുരോഗതിയാണ് എന്ന വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പോയി വ്യക്തിഗതമായ വൈദഗ്ധ്യവും മികവും പുലർത്താൻ നമ്മുടെ സഹോദരങ്ങളെ പ്രാപ്തമാക്കിയ ഘടകം എന്നാണ്. ആ ഘടകം കേരളത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സാർവത്രികമായ പൊതുവിദ്യാഭ്യാസം തന്നെയാണ്. ആ ഒരു പുരോഗതി, മികവ് അവർക്ക് എക്സലന്റ് ആയി വിദേശ രാജ്യങ്ങളിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിവിടെ കേവലമായ വിദ്യാഭ്യാസത്തോടുകൂടി പുറത്തു പോയിട്ടുള്ളവരടക്കം അവരെയും പൊതുവിദ്യാഭ്യാസത്തിന്റെ സാർവത്രികമായ പൊതുവിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം അവരിലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ പൊതുവിദ്യാഭ്യാസം വളർച്ചയുടെ, സാമൂഹ്യ പുരോഗതിയുടെ, സാമ്പത്തിക വളർച്ചയുടെയും സർവ പുരോഗതിയുടെയും അടിസ്ഥാന ശില, അടിസ്ഥാന ഘടകം ഒരു സംശയവും വേണ്ട വിദ്യാഭ്യാസം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും ആശങ്കയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണ്. അതാണ് കേരളത്തിന്റെ ഒരു മൈൻഡ് സെറ്റ്, മാനസിക ഘടന. കേരളത്തിലെ രക്ഷകർത്തൃ ഗവൺമെന്റുകളും കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് ഞാൻ ഉദാഹരണമൊന്നും വിശദീകരിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച ചില പരിഷ്കാരങ്ങളുടെ പേരിലാണ്.
ആ പരിഷ്കാരങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്കയാണ് പല സംസ്ഥാന ഗവൺമെന്റുകളും തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിന് പോലും അത്രയ്ക്ക് വിദ്യാഭ്യാസത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം അധിവസിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, നവോത്ഥാന കാലഘട്ടത്തിലൂടെ കേരളത്തിന് ആർജിക്കാൻ കഴിഞ്ഞ സാർവത്രികമായ വിദ്യാഭ്യാസം തന്നെയാണ് കേരളത്തിന്റെ മികവുറ്റ സാമൂഹ്യ നേട്ടം. ഇത്രയേറെ സാർവത്രിക വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ഒരു സമൂഹം ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ന് ഞാനും ശ്രീ റോജി എം ജോണും ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിയമസഭാംഗം, പാർലമെന്റ് അംഗം എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ പള്ളിക്കൂടങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതുമാണ്. ഒരു വാർഡിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിലും ഇല്ലാത്ത വാർഡുകൾ അപൂർവമാണ്. അപ്പൊ ആ സാർവത്രികമായ വിദ്യാഭ്യാസം സാധ്യമാക്കി എന്നുള്ളത് കേരളം കൈവരിച്ച അത്യപൂർവമായ നേട്ടമാണ് എന്ന് അഭിമാനത്തോടുകൂടി അഹങ്കരിക്കുമ്പോൾ, ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര തകർച്ചയാണ്. അതാണ് കേരളം അഡ്രസ് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാര തകർച്ചയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ SSLCയുടെ 1975 അവസാനത്തെ പഴയ ബാച്ചിലെ സ്റ്റുഡൻസ് എന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധിയാണ്. 75 ഓൾഡ് സിസ്റ്റം ഓഫ് സിലബസ്, അതായത് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, കണക്ക്, സാമൂഹ്യശാസ്ത്രം, സാമാന്യശാസ്ത്രം, 6 വിഷയങ്ങൾ, 600 മാർക്ക്. ബയോളജി ഇല്ല, ബോട്ടണി ഇല്ല, സുവോളജി ഇല്ല, എല്ലാം കൂടി ചേർന്ന് സാമൂഹ്യ ശാസ്ത്രം, സോഷ്യൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, 3 ഭാഷ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ത്രിഭാഷാ പദ്ധതി. അതിലെ അവസാന വിദ്യാർത്ഥി അന്ന് SSLCയുടെ റാങ്ക് മാർക്ക്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്നൊക്കെ പറയുന്നത് 505, 510, 500 ആ ഒരു റേഞ്ചിലായിരുന്നു ഔട്ട് ഓഫ് 600. അന്ന് SSLC പരീക്ഷയിൽ 6 വിഷയങ്ങളും ഒറ്റ ചാൻസിൽ പാസ്സാകുന്നയാൾ ആ പഞ്ചായത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. SSLC പാസ്സാകണമെങ്കിൽ, സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3ഉം 4ഉം പ്രാവശ്യം പാർട്ട് ബൈ പാർട്ടായി, പിന്നെ ഒരു സെപ്റ്റംബർ പരീക്ഷ എന്നൊരു പരീക്ഷ തന്നെയുണ്ട്. അങ്ങനെ എഴുതി പാസ്സായാൽ മാത്രമേ 10ാം തരം പാസ്സായി പുറത്തു വരാൻ കഴിയൂ. അതായിരുന്നു അന്നത്തെ ഒരു സിസ്റ്റം, അന്നത്തെ രീതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കന്ന് SSLCക്ക് നല്ല 400-ലധികം മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ വിജയിച്ചപ്പോ, ഞാൻ ജനിച്ചു വളർന്ന, നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ച ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി വന്ന എന്റെ പഞ്ചായത്തിൽ 7 സ്ഥലത്ത് മൈക്ക് കെട്ടിവെച്ച് എനിക്ക് സ്വീകരണം നൽകി. SSLCക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്റെ പേരില്ല. അപ്പൊ അന്നത്തെ ഒരു ആ ഫസ്റ്റ് ക്ലാസിന്റെ അല്ലെങ്കിൽ SSLC പാസ്സായി മുഴുവൻ വിഷയങ്ങളും ഒറ്റ ചാൻസിൽ പാസ്സായി എന്നൊക്കെ പറയുന്നത് ഒരു ക്രെഡിറ്റോറിയസ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. ഇനി പോട്ടെ, അത് കഴിഞ്ഞ് നമ്മുടെ പരീക്ഷാ സംവിധാനം മാറി. ഏറ്റവും ഒടുവിൽ ഇപ്പോ ഗ്രേഡിംഗ് ആയി. ഗ്രേഡിംഗിന്റെ ഭാഗമായി A+ഉം Aയും Bയും ഒക്കെയായി. ഫുൾ A+ കിട്ടിയ വീടുകളിലൊക്കെ, പിന്നെ ഞാനും ഇവിടെ റോജി എം ജോൺ ഞങ്ങളെല്ലാം പോവും സ്റ്റേറ്റിലൊക്കെ, ആദ്യം ഫുൾ A+ കിട്ടിയ വീടുകളിൽ പോയി ഷാൾ ഇട്ട് ഞങ്ങളെല്ലാം ഉപഹാരം കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് കൊടുക്കാൻ കഴിയുമോ? വ്യാപകമായി ഫുൾ A+ എന്ന് പറയുന്നത് SSLC വ്യാപകമായി, +2 ഈ അധ്യയന വർഷം ചെറിയൊരു കുറവുണ്ടായി. ഇപ്പൊ ഏറ്റവും നല്ല മെറിറ്റ് ഏതാണ്? 1200-ൽ 1200 മാർക്കും കിട്ടിയവരാണ് ഇന്ന് ആ രൂപത്തിൽ അംഗീകാരം നേടുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ നമ്മുടെ വിശ്വാസം, അതാണ് ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചത്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിഞ്ഞേ തീരൂ. കാരണം ഈ 10ാം തരം പാസ്സായി പുറത്തു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക നിലവാരത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ, ഞാൻ കുറ്റം പറയുകയല്ല, പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി SSLCയുടെ
പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ സാന്ദർഭികമായി പറഞ്ഞല്ലോ, ഈ പരീക്ഷാ രീതിയും ഇതും മാറ്റി ഇതിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുമെന്ന് സൂചിപ്പിച്ചു. ഞാൻ ഒരു ഗവൺമെന്റിനെയും കുറിച്ചും പറയുന്നില്ല. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് 99.6% വിജയം കൈവരിച്ചു എന്നുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ നേട്ടമാണെന്ന് ഹോൾ പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം അതൊരു ഗവൺമെന്റിന്റെ നേട്ടമായി ചിത്രീകരിക്കുകയാണ് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ. ഈ കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവരുടെ കഴിവും അവരുടെ ശേഷിയും അല്ലെങ്കിൽ അവരുടെ താല്പര്യവും അഭിരുചിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസമായിരിക്കില്ല അവർക്ക് കൊടുക്കാൻ പോകുന്നത്. SSLC കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ SSLC ഇല്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവരുടെ അഭിരുചിക്കും കാഴ്ചപ്പാടിനും അനുസരിച്ച് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്ന ദീപ്തമായ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വിദ്യാഭ്യാസ പ്രക്രിയക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ അവിടെ ഈ തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വിശ്വാസ തകർച്ച പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുണ്ട്. സാർവത്രികമായ വിദ്യാഭ്യാസം സ്വായത്തമാക്കി എന്നുള്ളത് അഭിമാനബോധത്തോടുകൂടി നമ്മളെല്ലാവരും അംഗീകരിക്കുമ്പോൾ തന്നെ ആ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര തകർച്ച ഗൗരവതരമായ വിഷയമായി അഡ്രസ് ചെയ്യണം. ആ ഗുണനിലവാര തകർച്ചയിൽ ഇന്നത്തെ പരീക്ഷാ രീതിയും ഗ്രേഡിംഗ് സമ്പ്രദായവും ഒരു പ്രധാന ഘടകമായിട്ടുണ്ട്. കാരണമായി പഠിച്ചാലും പഠിച്ചില്ലേലും പരീക്ഷയ്ക്ക് ജയിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് പഠിക്കണമെന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാ പിന്നെ എന്തിനാണ് പരീക്ഷ? എന്നാ പിന്നെ പരീക്ഷയുടെ കാര്യം നമുക്കറിയാം. വിദേശ രാജ്യങ്ങളിൽ, വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പരീക്ഷ എന്ന് പറയുന്ന സംവിധാനം പോലും പല സ്ഥലങ്ങളിലുമില്ല. കാരണം കുട്ടികളുടെ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന കേവലമായിട്ടുള്ള പ്രക്രിയ എന്ന നിലയിലാണ് അവരൊക്കെ എക്സാമിനേഷൻ സിസ്റ്റത്തെ തന്നെ കാണുന്നത്. അതിനപ്പുറത്ത് കുട്ടികളുടെ മികവ്, കഴിവ്, കാലിബർ അളക്കാനുള്ള സംവിധാനവും അതുമായി ബന്ധപ്പെട്ട പ്രക്രിയയുമാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു പരീക്ഷാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആ പരീക്ഷയുടെ പോലും നിലവാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പരീക്ഷാ ഫലം നിശ്ചയിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള നമ്മൾ നിർണയിക്കുന്ന ഘടകങ്ങൾ അതൊക്കെ ഗൗരവതരമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. കാലം മാറി, പുതിയ തലമുറയാണ്. അധ്യാപകരെക്കാൾ നമ്മളെക്കാൾ കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ, ഗൂഗിൾ സംവിധാനത്തിലൂടെ ഒക്കെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും അതിനും അപ്പുറത്തേക്കുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി കാര്യങ്ങൾ അറിയുന്ന പുതിയ തലമുറയെ ഇത്തരത്തിലുള്ള പരീക്ഷയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിലും കൊണ്ടുവരുന്നത് ഒരു തരത്തിലും കാലത്തിന് അനുരോധമായിട്ടുള്ള, അനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല, ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ഈ കാര്യത്തിൽ വെക്കാനുള്ള നിർദ്ദേശം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ എണ്ണം കൂടി ഗവൺമെന്റ് അഭിമാനിക്കുന്നുണ്ട്, നമ്മളെല്ലാം അഭിമാനിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. CBSE, ICSE രണ്ടും കേന്ദ്ര ഗവൺമെന്റ് തന്നെ നടപ്പാക്കുന്ന രണ്ട് പരീക്ഷകളാണ്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, ബോർഡ് നടപ്പാക്കുന്ന, സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നത് പോലെയുള്ള പരീക്ഷകളാണ്. പക്ഷെ വിവേചനാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് CBSE, ICSE കുട്ടികളോട് ഗവൺമെന്റ് കാണിക്കുന്നത് പലപ്പോഴും. നമ്മൾ CBSE എന്ന് പറയുന്ന സംവിധാനം, എന്റെ അഭിപ്രായത്തിൽ അത് വേണമോ വേണ്ടയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ CBSE ഗവൺമെന്റ് അംഗീകൃത സിലബസിന്റെ അടിസ്ഥാനത്തിൽ, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നവരാണ് CBSE, ICSE പോലെയുള്ള ബോർഡ് എക്സാംസ്. അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കിന്റെ കാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സ്വാഭാവികമായും ബോർഡിന്റെ തീരുമാനം. പക്ഷേ അവർക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വരുമ്പോ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചും വിജയിക്കുന്ന കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അതിന് 10% അവരുടെ വെയിറ്റേജ് മാർക്ക് കുറയ്ക്കുകയാണ്. അതൊരു കനത്ത വിവേചനമല്ലേ?
അപ്പൊ അവർക്ക് യൂത്ത് ഫെസ്റ്റിവലിന്റെ മാർക്കുണ്ട്, സ്പോർട്സിന്റെ മാർക്കുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ നിലവിൽ അവർ മാർക്ക് വാങ്ങിയാൽ തന്നെ ആ മാർക്കിന്റെ വെയിറ്റേജ് തന്നെ കുറയ്ക്കുക. അങ്ങനെ വരുമ്പോ കലാരംഗത്തും കായിക രംഗത്തും താല്പര്യമുള്ളവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയും താല്പര്യവുമുള്ളവരൊക്കെ സ്വാഭാവികമായും സ്റ്റേറ്റ് സിലബസിലേക്ക് പോകും. അപ്പൊ സ്റ്റേറ്റ് സിലബസിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും കുട്ടികളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് അതൊരു ക്രെഡിറ്റോറിയസ് അച്ചീവ്മെന്റ് ആയി വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അതും ഈ തരത്തിലുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടി രൂപപ്പെടുന്നതാണ്. ഒരു സംശയം വേണ്ട, ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നല്ല മാറ്റം, നല്ല വളർച്ച കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമീപകാലത്ത്. പ്രത്യേകിച്ചും ഇപ്പോ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ആ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തു. കുറെ അധികം മെച്ചം ആ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അക്കാദമിക രംഗത്ത് മികവും കഴിവും പ്രാപ്തിയും ശേഷിയും ഉള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പരീക്ഷാ രീതിയും അവരുടെ മികവ് അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ഘടനാപരമായിട്ടുള്ള പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയത്തിൽ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതാണ് ഒരു കാര്യം എനിക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തന്നെയാണ് രണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും ഞാൻ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര സമീപകാലത്ത് കേരളത്തിന്റെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് നടത്തിയ ഒരു വിശകലനം, ഒരു പഠനം, ആ പഠനത്തിലെ റിപ്പോർട്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 2030 കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. കാരണം ഇവിടെ പഠിക്കാൻ കുട്ടികളില്ലാത്ത, നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മാറുന്നു. സ്കൂൾ കുട്ടികളുടെ അംബിഷൻ ഇൻ യുവർ ലൈഫ്, നമ്മളോടൊക്കെ മുമ്പ് ചോദിക്കും, ജീവിതത്തിലെ ആഗ്രഹം എന്ത്? പഠിക്കാൻ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചേരുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ കുട്ടികളെല്ലാം വിദൂര വിദേശ വിദ്യാഭ്യാസം അത് അനിവാര്യമാണ് എന്ന് മാറി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യം. കക്ഷി രാഷ്ട്രീയം മറന്ന് കേരളം ഉറക്ക ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മളിനി എന്തെല്ലാം പറഞ്ഞാലും, എത്രയൊക്കെ ജനാധിപത്യപരമെന്നും വിയോജിപ്പെന്നും യോജിപ്പെന്നൊക്കെ പറഞ്ഞാലും അവസാനം കാര്യം വരുമ്പോ കക്ഷി രാഷ്ട്രീയത്തിന്റെ വീക്ഷണത്തിലൂടെ മാത്രമേ നമ്മൾ പ്രശ്നത്തെ വിലയിരുത്തൂ, നിലപാടും സ്വീകരിക്കൂ. പക്ഷെ ഇത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന, അതും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് എന്ന വിശ്വാസത്തിലാണ് ഞാനത് സൂചിപ്പിക്കുന്നത്, ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്നത്. എനിക്കറിയാം, ഞാൻ കശുവണ്ടി തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ്. കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളി കുടുംബത്തിലെ ആ അമ്മമാർ പോലും പലപ്പോഴും രാവിലെ വന്ന് കാണുന്നത് വിദ്യാഭ്യാസ വായ്പയ്ക്ക് ബാങ്കിൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കത്തിന്. ഞാൻ പലപ്പോഴും അവരുടെ എത്ര 30 ലക്ഷം 40 ലക്ഷം രൂപ എന്തിന്? വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യാൻ കുട്ടികൾക്ക് വായ്പ എടുക്കാനാണ്. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ അവർ ബാധ്യത തീർക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊരു, അത് മകൻ പഠിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പഠിക്കാനും തൊഴിലെടുക്കാനും, തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന പുതിയ തലമുറ പലായനം ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് പൊതുവെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അതുള്ളത് കേരളത്തിലാണ്. ഇപ്പോ മുമ്പ് നമ്മുടെ ആഭിമുഖ്യവും ആവേശവും ഒക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളോടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയർലൻഡ്, കാനഡ, UK, യൂറോപ്പ്, US, ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിലേക്കാണ് കുട്ടികളുടെ ഒഴുക്ക്. ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയും എറണാകുളം ജില്ലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത കാലത്ത് ഒരു മാസം ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഒരു 7600 ചില്ലുവാനം കുട്ടികളെ ഒറ്റ ദിവസം ഇന്റർവ്യൂ നടത്തി
കാനഡയിലേക്ക് റിക്രൂട്ട് ചെയ്ത ഒരു ഏജൻസി ഉണ്ട്. നിങ്ങൾ വേറൊന്നും പറയുന്നത്, ഞാൻ പറയുന്നുണ്ട് രാഷ്ട്രീയം. അപ്പൊ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ആള് പറഞ്ഞത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് 7600 ചില്ലുവാനം കുട്ടികളെ ഒറ്റ ദിവസം കാനഡയിലേക്ക് റിക്രൂട്ട് ചെയ്ത ഒരു ഏജൻസി, വിദ്യാഭ്യാസ ഏജൻസി കൊണ്ടുപോയത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടമായി ചിത്രീകരിച്ച ഭരണകർത്താക്കളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിത് LDF-ന്റെ UDF-ന്റെ ഒന്നും എന്ന് ഞാൻ പറഞ്ഞത്, കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന നമ്മുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നു ഭവിച്ചിട്ടുള്ള ഒരു ഗൗരവതരമായ വിഷയമാണ് നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ്? പൊതുവിദ്യാഭ്യാസത്തിന്റെ അനുബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഞാൻ വിഷയം വിസ്മരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ ഒരു അവസ്ഥ? ഡിഗ്രി കോഴ്സുകളിൽ കുട്ടികളില്ല. പല വിഷയങ്ങളിലും BCom, BA ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള 1-2 വിഷയങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ സർവകലാശാലകളിൽ, ഞങ്ങളൊക്കെ ഫാറ്റിമ കോളേജിലൊക്കെ പഠിച്ചതാണ്, ഫാറ്റിമ കോളേജിലൊക്കെ കുട്ടികളില്ലാത്തൊരവസ്ഥയാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതാണ്ട് പൂട്ടുന്നൊരവസ്ഥയായി. മിക്കവാറും നിലവാരമില്ലാത്ത മിക്കവാറും കോളേജുകളൊക്കെ പൂട്ടി. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ. പഠിക്കുന്നെങ്കിൽ അവർ പുറത്തുപോയി പഠിക്കും, ഒന്നുകിൽ വിദൂര വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. യൂറോപ്പിലും UK-യിലും US-ലും അയർലൻഡിലും കാനഡയിലുമൊക്കെ പോകുന്ന കുട്ടികൾ അവർ പിന്നെ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രവുമല്ല, ഈ NRI റെമിറ്റൻസിന്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല. NRI റെമിറ്റൻസിന്റെ കാര്യത്തിൽ ഇന്നലകളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിനു ശേഷം ഇവിടെയൊക്കെ റെമിറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പണം അയച്ചിരുന്നവർ അത് അയക്കുന്നില്ല. ആ റെമിറ്റൻസിന്റെ കാര്യത്തിൽ കുത്തനെ കുറവ് വരുന്നു. ഈ വിദേശ വിദൂര വിദ്യാഭ്യാസത്തിന് പോയി ജോലിയായി അവിടെ താമസിക്കുന്നവരൊക്കെ അവിടെ താമസിച്ചാലും അവരുടെ സ്വദേശത്തെ പ്രോപ്പർട്ടിയും വീടും മറ്റു കാര്യങ്ങളുമൊക്കെ റീറ്റെയിൻ ചെയ്യുന്ന സ്വഭാവം മാറി അതുകൂടി വിറ്റുപറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന സ്ഥിതി എത്തിയിരിക്കുന്നു. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടല്ല പറഞ്ഞ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഈ അടുത്ത കാലത്ത് കേരളത്തെ സംബന്ധിച്ച് നടത്തിയ ഒരു പഠനത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു അവസ്ഥ എവിടെയെത്തി നിൽക്കും? വളരെ ഗൗരവത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, മുന്നണി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം, കാരണം ഒരു തലമുറയോട് നമ്മൾ ചെയ്യുന്ന ശാപമായിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം മികവ് കൈവരിക്കാൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയും പോകില്ല. ഇവിടെ മികവുറ്റ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു കുട്ടിയും പോകില്ല. ആ വിദ്യാഭ്യാസത്തിലൂടെ പുറത്തു വരുന്ന കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ സാധ്യമാകുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കുട്ടികൾ പോകുന്ന സ്ഥിതി അവസാനിക്കും. കാരണം ഒരു ക്രൈസ് ഉണ്ട്, നമുക്കറിയാം, ഫോറിൻ എഡ്യൂക്കേഷനുള്ള ക്രൈസ്. ഞാൻ ആ ക്രൈസിനെ കുറിച്ചല്ല പറയുന്നത്. അതിനും അപ്പുറത്ത് കടമെടുത്ത് എന്ത് വില കൊടുത്തും പോകാൻ, കുടുംബം വെച്ചിട്ടാണെങ്കിലും പോകാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങളിലേക്ക് വളർന്നു വരുന്ന പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഗൗരവതരമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രശ്നമെന്ന നിലയിൽ ഇനിയും കാണാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇത് പറയുമ്പോൾ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതും ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, അത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ ശിഥിലപ്പെടുത്തുന്ന, ദുർബലപ്പെടുത്തുന്ന നടപടിയിലേക്ക് കേരളം മാറും. ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ എത്രയോ കാലമായി ചർച്ച ചെയ്യും. തലച്ചോറിന്റെ ഒഴുക്ക് വിദേശ രാജ്യം, അതൊക്കെ വളരെ സെലക്റ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് സാർവത്രികമായി തീർന്നിരിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ, കേരളത്തിൽ നിന്നുള്ള തലച്ചോറിന്റെ ഒഴുക്ക്, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് കണ്ടെത്തി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ആകെ ചുമതലയാണ്. അതിന് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ,
അതുപോലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ സംയുക്ത സഹകരണത്തോടുകൂടി മികവുറ്റ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെ, അക്കാദമികമായ മികവുള്ള കേന്ദ്രങ്ങളിലൂടെ പുതുതലമുറയുടെ വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിന് അവസരമൊരുക്കുകയും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കോംപ്രമൈസ് ചെയ്യാതെ മിനിമം എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുത്തോ, അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം മറ്റു വിദ്യാഭ്യാസ മേഖലയിൽ മികവും കഴിവും പ്രാപ്തിയും അഭിരുചിയും താല്പര്യവുമുള്ള ആ കുട്ടികളെ നല്ല ഭംഗിയായ നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാര മേന്മ മികവാർജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നമ്മൾ യോജിച്ചാലും വിയോജിച്ചാലും, ഗ്ലോബലൈസേഷൻ ഹാസ് ബിക്കം ദ ഓർഡർ ഓഫ് ദ ഡേ. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ആഗോളീകരണം മാറിയിട്ടുണ്ട്. വിയോജിപ്പുണ്ട് നമുക്കെല്ലാം. പക്ഷെ അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായി, രാഷ്ട്രീയ യാഥാർത്ഥ്യമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു സമൂഹത്തിൽ കഴിവില്ലാത്ത, മികവില്ലാത്ത തലമുറയെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അതുകൊണ്ടാണ് ഈ കുട്ടികൾ, ഇതൊക്കെ നയപരമായി പരിശോധിക്കുമ്പോൾ, പ്രത്യയശാസ്ത്രമായിട്ടൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വിമർശിക്കാം. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതക്രമത്തിൽ തന്നെ അതിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും നിന്നുകൊണ്ട് ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയണം. അതല്ലെങ്കിൽ സാർവത്രിക വിദ്യാഭ്യാസത്തിലൂടെ, സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ വേറിട്ട കേരളമെന്ന്, നവോത്ഥാനത്തിലൂടെ വളർന്നു വന്ന വേറിട്ട കേരളമെന്ന് വിശേഷിപ്പിച്ച കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കായി മാറും ദേശീയ തലത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാനും അധികാരികൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സങ്കുചിതത്വങ്ങൾക്കപ്പുറത്ത് വിശാലമായ പൊതുവീക്ഷണത്തോടുകൂടി വിദ്യാഭ്യാസത്തെ കാണാൻ, അഭിമുഖീകരിക്കാൻ എല്ലാവരും തയ്യാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്നുകൂടി സാന്ദർഭികമായി കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് അനുവദിച്ച സമയത്തിലും അല്പം അധികരിച്ചു പോയി, അതിൽ ക്ഷമിക്കണമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, കേവലമായിട്ടുള്ളത് ആഴത്തിലുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള